അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാലിബ് കി ഹയാത്തും ഖിദ്മാത്ത്, ഗാലിബിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സേവനവും എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ജഹാനെ അദബിലെ 142ാമത്തെ പേജാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഫ നമ്പർ 142 में मिर्जा असदुल्ला खान गालिब की हयात और खिदमत के हवाले से हम आज बात करेंगे. चलिए हम शुरू करते हैं. നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, മിർസ അസദുല്ലാ ഖാൻ തന്റെ अपने जमाने के बहुत बड़ा नामवर शायर गुजरे അല്ലേ. തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വളരെ പ്രസിദ്ധനായ നാമവറായ പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു അദ്ദേഹം. തന്നെ തന്റെ കവിതയെ കുറിച്ച് മൂപ്പര് പറഞ്ഞ എന്താണ്, മൂപ്പരുടെ കാലഘട്ടത്തിൽ നിരവധി കവികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഗാലിബിനെ എന്തുകൊണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തനാക്കി, അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ കവിത കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗാലിബിന്റെ കവിതനെ കുറിച്ചിട്ട് ഗാലിബിനെ എന്ത് ചെയ്യാണ്, കവിതനെ കുറിച്ച് ഗാലിബിന്റെ നാവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. എന്താണ് ഈ കവിതയിൽ പറയണത്? ഹേ और भी दुनिया में सुखनवर बहुत अच्छे, है और भी दुनिया में सुखनवर बहुत अच्छे, कहते हैं कि गालिब का है अंदाज़े बयान और है ഉണ്ട് और भी വേറെയും ഉണ്ട് ദുനിയാവിലെ സുഖൻവർ. സുഖൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കവിത എന്നാണ് അർത്ഥം. സുഖൻവർ എന്ന് പറഞ്ഞാലോ കവി. എപ്രകാരം? താഖത്ത് എന്ന് പറഞ്ഞാൽ ശക്തി, താഖത്ത്വർ എന്ന് പറഞ്ഞാലോ ബലവാൻ, ശക്തിമാൻ അല്ലെ. ബഹുത്ത് അച്ചേ എന്താ പറയണത്? ഹേ ഊർബി വേറെയും ഉണ്ട് ദുനിയാമെ ലോകത്ത്, സുഖൻവർ ബഹുത്ത് അച്ചേ വളരെ നല്ല നല്ല അച്ചേ ഷായർ ഗുസരേ ഹേ ഹേ മൗജൂദ് കഹ്തേ. പക്ഷെ ജനങ്ങൾ മൂപ്പര് പറയാണ് കഹ്തേ ഹേ പറയുകയാണ്, കെ ഗാലിബ് കാ ഹേ അന്താസേ ബയാൻ ഓർ ഗാലിബിന്റെ അവതരണ രീതി എന്താണ്, അതൊന്ന് വേറെ തന്നെയാണ്. ഓർ ഹേ അതൊന്ന് വേറെ തന്നെയാണ്. അതായത് ഉൻകെ അന്താസെ ബയാൻ ദീഗർ ഷൂറാ സെ ഉനെ മുംതാസ് ബനാ ദേതാ ഹേ. അദ്ദേഹത്തിന്റെ വിശിഷ്ടനാക്കുന്ന കാര്യം എന്താണ്, ഉൻകി ഇൻഫറാദിയത്ത് കാ ഇൻസാർ ഉൻകെ അന്താസെ ബയാൻ പർ ഹേ. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ അദ്ദേഹം തന്റെ കവിതയെ കുറിച്ചിട്ട് മൂപ്പര് പറയുന്നത് എന്താണ്, ഈ രണ്ട് വരിയാണ്, ഈ രണ്ട് മിശ്രയാണ്. എന്താണ്? ഹേ ഓർ ബി ദുനിയാ മെ സുഖൻവർ ബഹുത് അച്ചേ അന്താസെ ബയാൻ ഓർ. ഓക്കെ, നമുക്ക് നമ്മൾ ഗാലിബിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. ഗാലിബ് ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തെ കുറിച്ചിട്ടും പഠിക്കാം. ആദ്യം മൂപ്പരുടെ ഗാലിബിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് നോക്കാം. സിന്ദഗി കെ ഹവാലെ സെ ശുറു കർത്തെ ഹൈ. ഓക്കെ, പേര് മിർസ അസദുല്ലാ ഖാൻ ഗാലിബ്. മിർസ അസദുല്ലാ ഖാൻ ഗാലിബ്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? മിർസ അസദുല്ലാ ഖാൻ. അസ്ലി നാം നേരെ നോക്കിക്കോളൂ. അസ്ലി നാം എന്താണ്? മിർസ. ഞാൻ കൊടുക്കും മിർസ ആണല്ലേ, ഞാൻ ആദ്യം യാവ് കൊടുത്തിരുന്നു. എങ്ങനെ വേണ്ടത്? മിർസ അസദുല്ലാ ഖാൻ ഗാലിബ് അല്ലേ. ഓക്കെ, മിർസ അസദുല്ലാ ഖാൻ ഗാലിബ് കാ ഷുമാർ സഫ നമ്പർ എത്രയാണ്? 242 ജഹാനെ അദബിൽ. അപ്പൊ എന്താ തുടങ്ങുന്നു? മിർസ അസദുല്ലാ ഖാൻ ബേഗ്. മിർസ അസദുല്ലാ ബേഗ് ഖാൻ ട്ടോ. ബേഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കുടുംബക്കാരുണ്ടാവൂലേ, ഓരോ ഗോത്രങ്ങള്. വലിയ ഉയർന്ന ആളുകളാണെങ്കിൽ തറവാട്ട് പറഞ്ഞാണെന്ന് പിന്നെ അതിന്റെ സൂചനയാണെന്ത്, ഇവരെന്താണ് വിദേശത്ത് നിന്ന് വന്ന ആളുകളാണ്. വിദേശത്ത് നിന്ന് ഇവരുടെ പിതാക്കൾ എന്താണ് വിദേശത്ത് നിന്ന് വന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ കുടിയേറി പാർത്താണ്. ഇവരുടെ യഥാർത്ഥത്തിൽ ഇവരുടെ ദേശം എന്ന് പറയുന്നത് തൂറാനോ അതോ എന്താണ് പിന്നെ മറ്റ് ആ സ്ഥലമാണ്. അവിടെ തന്നെ തോന്നുന്നു സമർഗന്ത് ബുഖാറ തുടങ്ങിയ ആ ഭാഗത്ത് നിന്ന് വന്ന ആളുകളാണ് എന്ത് പിന്നെ ആര് മിർസ അസദുല്ലാ ബേഗ് ഖാൻ. ഓക്കെ, അപ്പൊ മിർസ അസദുല്ലാ ബേഗ് ഖാൻ ഗാലിബ് കാ ഷുമാർ അദ്ദേഹത്തെ കണക്കാക്കുന്നത് ഉറുദു और ഫാർസിക്ക് ബുലന്ദ് പായ ഷായറുമേ ഹോത്താ ഹൈ. ഉറുദു അതുപോലെ തന്നെ പേർഷ്യനിലെ ബുലന്ദ് പറഞ്ഞാൽ ഉയർന്നത് അല്ലെ. ബുലന്ദ് പറഞ്ഞാൽ ഉയർന്നത്, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പസ്ത് എന്നാണ് അല്ലെ. ബുലന്ദ് പായ എന്ന് പറഞ്ഞാല് തസ്നി പുതിയ വാക്കട്ടോ മഖാം. എന്താണ്? അലി മർത്തബ വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. ബുലന്ദ് പായ എന്ന് പറഞ്ഞാലോ ഉന്നത സ്ഥാനമുള്ള ബുലന്ദ് പായ ഷായറോമേ ഹോത്താ ഹേ. ഉന്നതരായ കവികളിലാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഉനോനെ അദ്ദേഹം നയ മൗസുവാത്ത് പുതുപുത്തൻ വിഷയങ്ങൾ
നോക്കൂ, അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടതാണ്. നൈനെ മൗസുവാത്ത്, പുതുപുത്തൻ വിഷയങ്ങൾ, ഫൽസഫയാന ഖയാലാത്ത്, ഫൽസഫയാന ഖയാലാത്ത് അദ്ദേഹത്തിന്റെ കവിതകളിലുള്ളതാണ് പറയുന്നത്. നൈനെ മൗസുവാത്ത്, മൗസുവാത്ത് എന്താണ്? നൈനെ മൗസുവാത്തുകളാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഫൽസഫയാന ഖയാലാത്ത്, ഫൽസഫയാന ഖയാലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖയാലാത്ത് പറഞ്ഞാൽ ചിന്തകള്, തത്വചിന്തകൾ, മസാഹിയ അനാസിർ, മസാഹിയ അനാസിർ എന്ന് പറയുന്നത്, മസാഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാസ്യ ഘടകങ്ങൾ ഇല്ലേ, നമ്മൾ പഠിച്ചില്ലേ? മിസാഹിയ അന്താസ്മി ബയാൻ കർത്തെ, അങ്ങനത്തെ സിൻഫെ നസറിന് എന്താ പേര് പറയാ? തസ്നി ഇൻഷായിയ അല്ലെ, നമ്മൾ കഴിഞ്ഞ സംസ്കൃതത്തിൽ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പോട്ടെ. അപ്പൊ മിസാഹിയ അനാസിർ, നേരെ അഫ്കാർ, പുതുപുത്തൻ ചിന്തകള്, തശ്ബീഹു ഇസ്തിഹാറ, ഉപമകള്, അതുപോലെ ഇസ്തിഹാറ എന്ന് പറഞ്ഞാൽ അലങ്കാര പദങ്ങള്, തൽമീഹ് വഗൈറ മുതലാവിക്ക ജരിയെ തുടങ്ങിയവയിലൂടെ ഉറുദു ഷായരിക്കോ, ഉറുദു കവിതനെ ബുലന്ത് പറഞ്ഞാല് ഉയർന്ന, ദർജ എന്ന് പറഞ്ഞാൽ ദർജ എന്ന് പറഞ്ഞാല് സ്ഥാനം എന്നർത്ഥം, പായ എന്ന് പറഞ്ഞാലും എന്താണ്? സ്ഥാനം എന്നാണ് അർത്ഥം. പിന്നെ മക്കാമ് എന്ന് പറഞ്ഞാലും അതും സ്ഥാനം എന്നാണ് അർത്ഥം. അതാണ് ബുലന്ത് മക്കാമ്, ഊച്ച മക്കാമെ ഫായിസ് ഹേ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നതാണ് അല്ലെ. അപ്പോ എന്താ പറയുന്നത്? ബുലന്ത് ദർജത്തേക്ക് പहुंचादिയ, അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ഉറുദു കവിതനെ എന്ത് ചെയ്തു? അദ്ദേഹം പുതിയ വിഷയങ്ങള്, അതുപോലെ തന്നെ ഫൽസഫിയാന ഖയാലാത്ത്, മിസാഹിയ അനാസിർ, നൈനെ അഫ്കാർ, തശ്ബീഹു ഇസ്തിഹാറ, തൽമീഹ് വഗൈറക്കെ. തൽമീഹിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൽമീഹ് വഗൈറക്കെ ജരിയ ഉറുദു ഷായരിക്കോ, ഉറുദു കവിത എന്ത് ചെയ്തു? ബുലന്ത് ദർജത്തെ, ഉന്നതമായ സ്ഥാനത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? എത്തിച്ചു. പഹുഞ്ചാദിയ, എത്തിച്ചു. അപ്പോ ഇത് അദ്ദേഹത്തിന്റെ ഒരു സേവനമാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് കൊണ്ടുപോയി നമുക്ക് പറയാം. എന്താണ്? ആപ്പ് ഡിസംബർ 1800, അദ്ദേഹം എന്താണ്? 1700 മാഫ് കീജിയേഗ, 1700 എത്രയാണ്? 97 അല്ലെ, 97 ഈസവി മേ. എവിടെയാണ് മൂപ്പര് ജനിച്ചിരിക്കുന്നത്? പോയിന്റ് ആഗ്രയിലാണ് മിർസ അസദുല്ലാഹ് ഖാൻ ഖാലിബ് ജനിച്ചിരിക്കുന്നത്. നോക്കൂ, ആപ്പ് ഡിസംബർ 1797 ഈസവി മേ ആഗ്ര മേ पैदा हुए, ജനിച്ചു. ബച്പൻ മേ ഹി, കുട്ടിക്കാലത്ത് തന്നെ വാലിദ് ഇന്തിഖാൽ കർ ഗയേ, വാലിദ് പിതാവ് എന്ത് ചെയ്തു? പിതാവ് അന്തരിച്ചു. പിതാവ് എങ്ങനെയാണ്? വെടിയേറ്റിട്ടാണ് തോന്നുന്നത്. അല്ല, മൂപ്പരുടെ എന്താണ്? ചച്ചയാണ് മരിച്ചിരിക്കുന്നത്. ബച്പൻ മേ, കുട്ടിക്കാലത്തിന് വാലിദ് ഇന്തിഖാൽ കർ ഗയേ, പിതാവ് അന്തരിച്ചു. ഇന്തിഖാൽ കർണ എന്ന് പറഞ്ഞാണ് അന്തരിക്കുക അല്ലെ, ഇന്തിഖാൽ കർ ഗയേ, അന്തരിച്ചു. ബച്പൻ മേ ഈ വാലിദ് എന്ത് ചെയ്തു? അപ്പൊ ഷഫഖത്തെ പിദ്രീസെ മഹ്റൂം രഹ, ആര്? ഖാലിബ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം, ഉൻകി പർവരിഷ്, അദ്ദേഹത്തിന്റെ പരിചരണം ആരായിരുന്നു? ഉൻകെ ചച്ച, അദ്ദേഹത്തിന്റെ എളാപ്പ ആരാണ്? മിർസ അൻസാറുല്ലാ ബേഗ്. അദ്ദേഹത്തിന്റെ പർവരിഷ് എന്താണ്? പരിചരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലെ. അപ്പൊ ആരാണ് അദ്ദേഹത്തിന്റെ പർവരിഷ് ആരാ നടത്തിയിരുന്നത്? ഉൻകെ ചച്ച മിർസ അൻസാറുല്ലാ ബേഗിനെ കി, അദ്ദേഹത്തിന്റെ ആരാണ് ചെയ്ത് പർവരിഷ്? ഉൻകെ തർബിയത്ത് उसके वालिद के इंतकाल के बाद परवरिश की जिम्मेदारी उनके चचा मिर्जा असदुल्लाह अंसारुल्लाह बेग ने ली. ओके, അപ്പോ ചച്ച മിർസ അൻസാറുല്ലാഹ് ബേഗ്. ഓക്കെ, അദ്ദേഹമാണ് അദ്ദേഹത്തെ പരിചരിച്ചത്. ലേക്കിൻ പക്ഷേ 8 साल की उम्र में 8 വയസ്സിൽ അദ്ദേഹത്തിന്റെ 8ാമത്തെ വയസ്സിൽ ഉൻകി ബി വഫാത്ത് ഹോ ഗയി. ആരുടെ? मिर्जा अंसारुल्लाह में दीदू ई लोगत बचपन से ही उनके बचपन में ही उनके वालिद का इंतकाल हो गया था. उसके बाद उनकी परवरिश, उनकी तरबियत, उनका पालना पोसने का जो जिम्मेदारी थी वो उनके चचा अंसारुल्लाह बेग ने अपने सर पर ले ली थी. लेकिन 8 साल की उम्र में वो भी उनको गोली लगी थी. വെടിയേറ്റിട്ട് അദ്ദേഹം മരിച്ചത് एक जंग के दौरान उनको गोली लगी थी. उनकी वो फौत हो गई. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ദുനിയ മരിച്ചുപോയി. ആര് മരിച്ചു? മിർസ അൻസാറുല്ലാഹ് ബേഗ്
ഈ എത്രാമത്തെ വയസ്സിലാണ്? ആ സമയത്ത് ഗാലിബിന്റെ പ്രായം എത്രയാണ്? 8 साल की उम्र में ആരുടെ इंतकाल ആരുടെ इंतकाल हुआ अंसारुल्लाह चचा का इंतकाल हुआ. ओके ഓക്കെ, അടുത്തത് 13 साल की उम्र में 11 12 13 13ാമത്തെ വയസ്സിൽ ഉൻകി ഷാദി അദ്ദേഹത്തിന്റെ കല്യാണം ആരുടെ ഉംറാവു ബീഗം സെ ഹോ ഗയി. അപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ ഷാദി എന്നാണ്, ഷാദിയുടെ വയസ്സ് എത്രയാണ്? ഷാദി 13ാമത്തെ വയസ്സിൽ 13 साल की उम्र में എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ആരുമായിട്ടാണ് ഷാദി? ആരുമായിട്ടാണ്? ഉംറാവു ബീഗം കെ സാത്ത് ഹോയി. ഈ കല്യാണം അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അവിടുന്ന് അദ്ദേഹത്തിന് പിന്നെ ഈ ഉമറാവ് ബീഗം ജീവിതകാലം മുഴുവനും അദ്ദേഹത്തെ സേവിച്ച് അദ്ദേഹത്തിനൊപ്പം താങ്ങും തണലായിട്ട് എന്ത് ചെയ്തു നിന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ഈ ദാമ്പത്യ ജീവിതം അത്ര സുഖത്തിലായിരുന്നില്ല എന്ന് ഒരു ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. സൈഡിൽ ആ ഒരു കത്തിലുണ്ടായിരുന്നത്. പോട്ടെ. 13 साल की उम्र में उनकी शादी അദ്ദേഹത്തിന്റെ വിവാഹം ഉംറാവു ബീഗം സെ ഹോ ഗയി. അദ്ദേഹത്തിന്റെ ഉംറാവു ബീഗമുമായിട്ട് അദ്ദേഹത്തിന്റെ കല്യാണം നടന്നു. ഷാദി കെ ബാദ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉനോനെ അദ്ദേഹം അപ്പനെ ആബായി വത്തൻ ഏതാണ്? ആഗ്ര അല്ലെ. ആബായി വത്തൻ ചോടുക്കർ ഉപേക്ഷിച്ച് വിട്ട് ദില്ലിമേ സുക്കൂനത്ത് എന്ന് പറഞ്ഞതാണ് സുക്കൂനത്ത് പറഞ്ഞാണ് താമസം മറന്നു പോരുത് കേട്ടോ. സുക്കൂനത്ത് ഇഖ്തിയാർ കർണാർ തെരഞ്ഞെടുത്തു. താമസം എവിടെ തെരഞ്ഞെടുത്തു? പിന്നെ ദില്ലിമേ സുക്കൂനത്ത് ഇഖ്തിയാർ കർലി, ദില്ലിയിലെ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ താമസം എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. മാലി പെരിശാനിയോ സെ മജ്ബൂർ ഹോക്കർ, സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട്, പെരിശാനി എന്ന പ്രയാസം, മാലി പെരിശാനിയോ സെ മജ്ബൂർ ഹോക്കർ, സാമ്പത്തിക പ്രതിസന്ധി കാരണം കൊണ്ട്. ഒന്നാമത് അദ്ദേഹത്തിന് എന്താണ്? 13 വയസ്സ്. അതിനൊപ്പം കല്യാണം കഴിഞ്ഞു. പിന്നെ വീട്ടിലെ ഉത്തരവാദിത്വം. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ പിതാവ് ഇല്ല. അതുപോലെ തന്നെ ചച്ചയാണെങ്കിലോ ഈ ലോകത്ത് ഇവിടെ പറഞ്ഞു. പിന്നെ ആരാരുമില്ല. അപ്പൊ ആരുമില്ല എന്ന് പറഞ്ഞാല് പിന്നെ അദ്ദേഹത്തിന് നോക്കേണ്ട 2 ആളുകളും ഇല്ല, ഈ ലോകത്തില്ല. ആ അവസരത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പൊ പറയാണ് മാലി പെരിശാനിസ്. ഇതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ താരീഖ് അദബിൽ വായിച്ചാലും നമുക്ക് എന്താവുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാലി പെരിശാനിസ് മജ്ബൂർ ഹോക്കർ, സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് മജ്ബൂർ ഹോക്കർ ഇടങ്ങേറായിട്ട് ഗാലിബ് എന്ത് ചെയ്തു? കില്ല എന്ന് പറയുന്നതാണ് ആ സമയത്ത് ജോലി ചെയ്യേണ്ട പ്രായമല്ല, ആ സമയത്ത് പഠിക്കേണ്ട പ്രായമാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? കില്ല. പക്ഷെ മൂപ്പർക്ക് എന്താണ്? റോഷൻ ഖയാലി, ദിമാഗ് തേസ്. അദ്ദേഹം എന്താണ്? നല്ല കൂർമ്മ ബുദ്ധിയുള്ള റോഷൻ ഖയാൽത്ത. ആര്? പിന്നെ ഗാലിബ് വളരെ കൂർമ്മ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കേണ്ട ആവശ്യം വന്നില്ല. ഗാലിബിനെ കില്ലേക്ക് മുലാസിമത്ത് ഇഖ്തിയാർ കർലി. പിന്നെ കില്ല എന്ന് പറഞ്ഞാല് കോട്ടയിലെ ജോലി. പിന്നെ ചെങ്കോട്ടയിലെ ആരുണ്ട്? ബഹാദുർ ഷാ സഫർ ഉണ്ട് അല്ലെ. ബഹാദുർ ഷാ സഫറിന്റെ കോട്ടയിൽ അദ്ദേഹം ജോലി എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. പിന്നെ പക്ഷെ മൂപ്പര് उनकी बदनसीबी देखिए कि उस जमाने में उन्हें मुल्क शोरा का खिताब नहीं मिला था, उनको वो शर्फ हासिल नहीं, जब तक मिर्जा എന്താണ് സൗക്ക് മുഹമ്മദ് ഇബ്രാഹിം പിന്നെ ഇബ്രാഹിം സൗക്കില്ലേ, പിന്നെ സൗക്ക് എന്നുള്ള കവി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് എന്തില്ല? കൊട്ടാരത്തിൽ കാര്യമായിട്ട് സ്ഥാനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മലിക് ഷൂറ എന്നുള്ള കൊട്ടാര കവി എന്നുള്ള ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. നോക്കാം എന്താ പറയണത്. ഒരു 1850 ഈസവീമേ, ഇപ്പൊ അദ്ദേഹത്തിന് എത്ര വയസ്സ്? 1850 ഈസവീമേ 1850 ബഹാദുർ ഷാ സഫറിനെ എന്ത് ചെയ്തു? മീർസ ഗാലിബിനെ വളരെ പ്രധാനപ്പെട്ടതാണ് നജ്മുദ്ദൗള, വർഷം നിർബന്ധമാണ്. നജ്മുദ്ദൗള എന്താണ്? നജ്മുദ്ദൗള. പിന്നെ ദബീറുൽ മുൽക്ക് ഇത് രണ്ടുമൊക്കെ വിവരം ഉണ്ടോ? നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ചങ്ക്. ഇത് അദ്ദേഹത്തിന് എന്താണ്? ഖിതാബാണ്, ബഹുമതിയാണ്. ആരാ നൽകിയത്? ബഹാദുർ ഷാ സഫറി എന്നാ നൽകിയത് 1850 ईस्वी में. तब तक സൗഖ് का इंतकाल हो चुकी थी. അദ്ദേഹത്തിന്റെ അദ്ദേഹം അന്തരിച്ചിരുന്നു. ആര്? സൗഖ് മുഹമ്മദ് ഇബ്രാഹിം. അതിനുശേഷമാണ് ഗാലിബ് എന്ത് ചെയ്ത്? കൊട്ടാര കവി എന്നുള്ള പദവിയിലേക്ക് വന്ന് 1850 ഈസ്വിയും ബഹാദുർ ഷാ സഫർ എന്ത് ചെയ്തു? മിർസ ഗാലിബിന് നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ജംഗ് തുടങ്ങിയ ഖിതാബ് ദേക്കർ തുടങ്ങിയ ബഹുമതികൾ നൽകിയിട്ട് തൈമൂരി ഖാൻദാൻ की
താരീഖ് ലിഖ്നെ പർ മാമൂർ കർ ദിയ. മാമൂർ കർണ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക. മാമൂർ കർണ എന്ന് പറഞ്ഞാല് ഏൽപ്പിക്കുക എന്നാണ് അർത്ഥം. എഴുതി വെച്ചോട്ടോ. മാമൂർ കർണ എന്ന് പറഞ്ഞാല് ഏൽപ്പിക്കുക. പിന്നെ സുപ്രദ് കർണ എന്ന് പറയും, ഹവാല കർണ എന്ന് പറയും അല്ലെ. ജിമ്മദാരി സോംപിനെ കെ ലിയേ കഹാ ജാതാ ഹൈ മാമൂർ കർണ അല്ലെ. ഓക്കെ. ഖിതാബ് ദേക്കർ തുടങ്ങിയ ബഹുമതി നൽകിയിട്ട് അദ്ദേഹം തൈമൂരി ഖാൻദാനിലെ, ഈ മുഗൾ സൽത്തനത്ത് മുഗളന്മാരുടെ കുടുംബം ഏതാണ്? തൈമൂർ അല്ലേ. തൈമൂറിന്റെ ഖാൻദാന കുടുംബമാണ് ഏത്? തൈമൂരി കുടുംബമാണ് ആര്? മുഗളന്മാരില്ലേ. തൈമൂരി ഖാൻദാനിൽ നിന്ന് ആര് മുതല്? ആരാണ് ഫസ്റ്റത്തെ രാജാവായിരുന്നു? ബാബർ അല്ലേ. അതിനുശേഷം ആര് വരുന്നത്? കുത്തുബുദ്ദീൻ ഐബക്ക് അല്ല, എന്താ പറയാ? കുത്തുബുദ്ദീൻ ഐബക്ക് ആണോ? കുത്തുബുദ്ദീൻ ഐബക്ക് അല്ല, എന്താ ഒരു പേര്? പോട്ടെ. വേൾഡ് ഹെറിറ്റേജ് സൊസൈറ്റിയില് മൂപ്പരുടെ മക്ബറ ഉണ്ട്. ഹുമയൂൺ. ഓക്കെ. ഹുമയൂണിന് ശേഷം ആര് വന്നു? അക്ബറിന് ശേഷം ആര് വന്നു? ഷാജഹാന് ശേഷം ഔറംഗസീബ് അല്ലെ. അപ്പൊ അവിടെ നിന്നല്ല മുഹമ്മദ് ഷാ സഫർ വരെയുള്ള കുടുംബത്തിലെ രാജാക്കന്മാരുടെ ചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ട് മൂപ്പരെ ഏൽപ്പിച്ചു. മൂപ്പര ആ കിതാബിന്റെ പേരെന്താണ് എഴുതി വെച്ചെന്നറിയോ? ഈ മൂപ്പരുടെ കുടുംബത്തിന്റെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു അല്ലെ. അദ്ദേഹം എഴുതിയിരുന്ന ആ കിതാബിന്റെ പേരെന്തായിരുന്നു അറിയോ? മെഹർ നീംരോസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ കിതാബിന്റെ പേര്. മെഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഹറോമ സൂര്യൻ അല്ലെ. നീം എന്ന് പറഞ്ഞ അർദ്ധം, രോസ് പറഞ്ഞ ദിവസം, നട്ടുച്ചയിലെ സൂര്യൻ. എന്താ പറയാ? നട്ടുച്ചയിലെ സൂര്യൻ. എന്താണ് ഇതിനർത്ഥം? ഇത് ഓരോ ചരിത്രവുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. മെഹർ നീംരോസ്, നട്ടുച്ചയിലെ സൂര്യൻ എന്ന് പറഞ്ഞാല് അതിന്റെ ആ സൂര്യൻ എന്താണ്? അതിന്റെ ഉച്ചയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഉയരത്തിലേക്ക് എത്താൻ കഴിയുമോ? ഇല്ല. പിന്നെ അവിടെ നിന്നെന്താണ്? ആ സൂര്യൻ താഴ്ന്നിടന്നാണ് അധപ്പതിക്കുകയാണ് ചെയ്യുക അല്ലെ. അതിന്റെ ഉറൂജ കഴിഞ്ഞു. സവാൽ ആമാദാഹേ ആ കുടുംബം അല്ലെ. കുറച്ച് വർഷം കഴിഞ്ഞപ്പോ ഓരെന്ത് ചെയ്തു? 1857 കലാപം പൊട്ടി പുറപ്പെട്ട് ഇവരൊക്കെ എന്ത് ചെയ്തു? നാട് കടത്തും ചെയ്തു. ഈ ബുക്ക് എന്ത് ചെയ്തില്ല? പൂർത്തിയാക്കുകയും ചെയ്തില്ല. പക്ഷെ പറഞ്ഞു വരുന്നത് 1850 ईस्वी में बहादुर शाह जफर मिर्जा गालिब ने नजमुद दौला दबीरुल मुल्क निजामे जंग के खिताब देकर തുടങ്ങിയ ബഹുമതികൾ നൽകിയിട്ട് അദ്ദേഹത്തെ തൈമൂരി ഖാൻദാൻ കുടുംബത്തിന്റെ ചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. ആ കിതാബിന്റെ പേരാണ് മെഹർ നീംരോസ്, നട്ടുച്ചയിലെ സൂര്യൻ എന്നുള്ളത്. അത് നല്ല അടിപൊളി പേരുമാണ് അല്ലെ. ഓക്കെ. അപ്പൊ ഗാലിബ് ജാതി ജിന്ദഗി, ഗാലിബിന്റെ ജാതി ജിന്ദഗി ഏതാണ്? ജാതി ജിന്ദഗി അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം അല്ലെ. പ്രൈവറ്റ് ലൈഫ് അല്ലെ. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം എന്താണ്? പിന്നെ തൽഖി എന്ന് പറഞ്ഞാൽ തൽഖ് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടല്ലേ. തൽഖി എന്ന് പറഞ്ഞാല് കയ്പുകളും അതുപോലെ മഹറൂമി പറഞ്ഞാൽ മഹറൂമി നഷ്ടം അല്ലെ. മഹറൂമിയോൻസെ ഗുസർന എന്ന് പറഞ്ഞാൽ കടന്നുപോയി. ഗുസർന എന്ന് പറഞ്ഞാല് കടന്നുപോയത്. അദ്ദേഹത്തിന്റെ ജീവിതം, സ്വകാര്യ ജീവിതം, നിജി ജിന്ദഗി തൽഖിയോ और മഹറൂമിയോ സെ ഗുസരി, ഗാലിബിന്റെ സ്വകാര്യ ജീവിതം കലിപ്പുകളും അതുപോലെ തന്നെ നഷ്ടങ്ങളോടെ എന്ത് കടന്നുപോയത്. ഫിർബി എന്നിട്ടും ഉൻക അന്താസെ ഫിക്കർ, അദ്ദേഹത്തിന്റെ ചിന്താരീതി അങ്ങനെയല്ല. കുനൂത്തി നഹി, കുനൂത്ത് പറഞ്ഞാൽ കുനൂത്ത് എന്ന് പറഞ്ഞാല് നിരാശ രൂപത്തിലല്ല, നിരാശ ജനകമല്ല അദ്ദേഹത്തിന്റെ ചിന്താരീതിയിലെ. സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ പിന്നെ ആ കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് മുൽക്ക് ഷൂറ എന്നുള്ള പദവി കിട്ടി, അദ്ദേഹത്തിന് ഒരുപാട് പിന്നെ ബഹുമതികൾ കിട്ടി. പക്ഷെ അപ്പോഴൊക്കെ എന്ത് ചെയ്തു? കലാപം പൊട്ടി പുറപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു? പ്ലാഗ് തുടങ്ങിയ പിന്നെ പകർച്ചവ്യാധികൾ വന്നു. അദ്ദേഹത്തിന്റെ ജീവിതം കൂടുതൽ ദുഷ്കരങ്ങളിലേക്ക് എന്ത് ചെയ്തു? പിന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്തില്ല? തന്റെ ചിന്താരീതിയെ മൂപ്പരെന്തിയില്ല, ഒരിക്കലും നിരാശ രൂപത്തിലായില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ചിന്ത എങ്ങനെയായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. മുസ്ബത്ത് സോച്ച് रखने वाला आदमी था. इसी वजह से उन्होंने बहुत शानदार तरीके से अपने ഖുതുത് നിഗാരി करता रहा पूरी ആഖിരി ഉംർ में भी. അവസാന കാലഘട്ടത്തിലും അദ്ദേഹം എന്ത് ചെയ്തത്? നല്ല രസകരമായിട്ട് അദ്ദേഹം കത്തുകൾ എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ ഉൻക അന്താസെ ഫിക്കർ എന്തല്ല? അദ്ദേഹത്തിന്റെ ചിന്താരീതി അങ്ങനെയല്ല, സ്റ്റൈൽ ഓഫ് തോട്ട് അങ്ങനെയല്ല, കുനൂത്തി അല്ല, നിരാശ രൂപത്തിലല്ല. മിസാലിക്ക് തോർപ്പർ അദ്ദേഹത്തിന് ഉദാഹരണത്തിന് ചന്ദ് അഷ്ആർ മുലാഹിസഹോ, കുറച്ച് കവിതകൾ നിങ്ങൾക്ക് ഇത് ഉദാഹരണത്തിന് എഴുതാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിന്റെ പരിച്ച കവിതന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അന്താസെ ഫിക്കർ എന്തല്ല? കുനൂത്തി അല്ല. അദ്ദേഹത്തിന്റെ ചിന്താരീതി എന്തല്ല? അദ്ദേഹത്തിന്റെ അന്താസെ ഫിക്കർ, ഉൻക അന്താസെ ഫിക്കർ കുനൂത്തി നഹി ഹേ, നിരാശാജനകമല്ല. മിസാൽക്ക് തോർ, ഉദാഹരണത്തിന് ചന്ദ് അഷ്ആർ മുലാഹിസഹോ, കുറച്ച് കവിതകൾ എന്ത് ചെയ്യും? മുലാഹിസ കേൾക്കി,
മുലായിസ ഹോന പറഞ്ഞാല് ശ്രദ്ധിക്കുകയും, ശ്രദ്ധിക്കുക എന്നാണ് അർത്ഥം. മുലായിസ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ് അർത്ഥം. നോക്കി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവി തന്നെയാണ് എന്ത്, ഖൈദേ ഹയാതോ ബന്ദേ ഗം അസ്ൽ മേ ദോനോ ഏക് ഹേ മൗത് സെ പഹലെ ആദമി ഗം സെ നജാത് പായേ ക്യോ. എന്താണ് അത് നമ്മൾ പഠിക്കാണ്ടില്ലേ? ഖൈദേ ഹയാത്ത് എന്ന് പറഞ്ഞതാണ്, ഖൈദ് പറഞ്ഞതാണ്. ഇത് നമ്മൾ പഠിച്ചുക്കണോ? ഖൈദേ ഹയാത്ത്, ഹയാത്തോ, ബന്ദേ ബന്ദേ ബന്ദേഗം ബന്ദേഗം അസ്ലിമേ, സത്യത്തിൽ എന്താണ്? അസ്ലിമേ ദോനോ, രണ്ടും എന്താണ്? ഏക് ഹേ, ഏക് ഹേ. നോക്കൂ, നമ്മൾ പറഞ്ഞു ഒരു മിസ്രയിൽ ഗസലിലെ ഒരു മിസ്രയിൽ ഒരു ഐഡിയ ഉപയോഗിക്കും, ആ ഐഡിയ പൂർണ്ണതയിൽ എത്തുന്നതാണ് എപ്പോഴാണ്? രണ്ടാമത്തെ മിസ്രയിലാണ് അല്ലെ. ഒന്നാമത്തെ മിസ്രയിൽ മൂപ്പര് പറയണത് എന്താ നമുക്ക് നോക്കാം. എന്താ പറയണത്? ഖൈദേ ഹയാത്ത്, ഹയാത്ത് പറഞ്ഞ ജീവിതം എന്നറിയാം, വമ്മ് പറഞ്ഞ ദുഃഖം എന്നറിയാം, ഖൈദ് പറഞ്ഞ തടവറ അല്ലെ. ഖൈദേ ജീവിതത്തിന്റെ തടവറയും അതുപോലെ തന്നെ ദുഃഖത്തിന്റെ തടവറയും എന്താണ്? സത്യത്തിൽ ഒന്നാണ്. എന്താ പറയുന്നത്? ജീവിതം നമ്മുടെ ശരീരമാകുന്ന തടവറയിൽ നമ്മുടെ ജീവനിലുള്ള റൂഹുള്ളത്, ആ റൂഹ് എന്താവുന്നതാണ്? പുറത്തേക്ക് എന്താവുന്ന? സ്വതന്ത്രമാകും. ആ സ്വതന്ത്രമാകുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് പറയുന്നത്? ആ മല്ലാണ് എന്ത് പറയാ? മൗത്ത് എന്ന് പറയാം. ഉസ്കി മൗത്ത് വാപ്പേ പോയി, അല്ലെ ഉസ്കി മൗത്ത് പോയി എന്ന് പറയില്ലേ. നമ്മളെന്ത് ചെയ്തു? ഖൈദേ ഹയാത്ത് സാവൻ എന്ത് ചെയ്തു? ചുടക്കാര അല്ലെ. ഓക്കെ, അപ്പൊ ഖൈദേ ഹയാത്ത് ജീവിതത്തിന്റെ തടവറയും ബന്ദേഹം ദുഃഖത്തിന്റെ തടവറയും എന്താണ്? അസ്ലിമേ ദോനോ ഏക് ഹേ, രണ്ടും ഒന്നാണ്. അപ്പൊ ജീവനുള്ള കാലത്തോട് അടുത്ത് നോക്കാം. അപ്പൊ എന്താ മൂപ്പര് പറയണത്? മൗത്ത് സെ പഹലെ, മൗത്ത് സെ പഹലെ പഹലെ ആദമി മനുഷ്യൻ എന്താണ്? ഗംസെ നജാത്ത് പായേ ക്യോ അല്ലെ. മൂപ്പര് ചോദ്യങ്ങളാകാരം മൂപ്പര് പറയാ. മൗത്ത് പഹലെ എന്ന് പറഞ്ഞാലോ, മരണത്തിന്റെ മുമ്പ് ആദമി മനുഷ്യന് ദുഃഖത്തിൽ നിന്ന് നജാത്ത് പാന മോചനം ലഭിക്കും അല്ലെ. നജാത്ത് പാന എന്ന് പറഞ്ഞാല് മോചനം ലഭിക്കുക. എങ്ങനെ പായ എന്ന് പറഞ്ഞ മുസാരി പായക്കൂ, എങ്ങനെയാണ് മനുഷ്യന് മോചനം ലഭിക്കുക? മരണത്തിന് മുമ്പ് മനുഷ്യന് എങ്ങനെയാണ് മോചനം ലഭിക്കുക? കാരണം എന്താണ്? ഖൈദേ ഹയാത്തോ ബന്ദേഹം അസ്ലിമേ ദോനോ ഏക് ഹേ, ജീവിതത്തിന്റെ തടവറയും ദുഃഖത്തിന്റെ തടവറയും എന്താണ്? ജീവിതത്തിന്റെ തടവറയിലുള്ള കാലത്തോടെ നമ്മൾ എന്തല്ല, ദുഃഖത്തിന്റെ തടവറയിൽ നമുക്ക് മോചിതനാവാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് ജബ്തക്ക് ഉസ് വക്തക്ക് എന്താണ് हमारे दामन की होते रहेगी जब तक हमारे तन में ജാൻ ഹേ. നമ്മുടെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം നമ്മൾക്ക് എന്താ? ജീവനുള്ള കാലത്തോളം ദുഃഖം നമ്മൾ എന്താവുന്നതാണ്? പിന്തുടരുന്നതാണ്. ഒരു പ്രയാസം അല്ലെങ്കിൽ മറ്റൊരു പ്രയാസം നമ്മൾ കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നു. അപ്പൊ ഇനി അടുത്ത വേറെ പ്രയാസം, അത് കഴിഞ്ഞാൽ മറ്റു പ്രയാസം. ഈ പ്രയാസത്തിന്റെ എന്താണ് പറയാ? തക്ലീഫോം കാ ഏക് സിൽസില ഹേ, നാ ഖത്തം ഹോനെ വാല സിൽസില ഹേ ജിന്ദഗി അല്ലെ. പ്രയാസങ്ങളുടെ ഒരിക്കലും അവസാനിക്കാത്ത പരമ്പരയാണെന്ന് സീരീസ് ദാറ്റ് നോ എൻഡ്, എന്താണ്? അത് അതിരുകളില്ലാത്ത പരമ്പരയാണ് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞാൽ ഖൈദേ ഹയാത്ത് ബന്ദേ. മൂപ്പര് പറയാണ്, ഒരു പ്രയാസം കഴിഞ്ഞാൽ മറ്റൊരു പ്രയാസം വരും, മറ്റൊരു പ്രയാസം വേറൊരു പ്രയാസം വരും. അതുകൊണ്ട് നമ്മളത് വിഷമിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാർക്ക് എന്താണോ? മനുഷ്യന്മാരെ ദുഃഖത്തിൽ നിന്ന് മോചിതനാക്കുന്ന ഒരു കാര്യമാണുള്ളൂ, ഏതാണ്? മരണമാണ്. മനസ്സിലായില്ലേ? അപ്പോ മൂപ്പര് എന്തെല്ലാം ഇത് നമുക്ക് മനസ്സിലാകുന്ന, മൂപ്പര് എന്തെല്ലാം കുലൂത്തിൽ മൂപ്പര് പ്രതീക്ഷയുള്ള ഒരു മനുഷ്യനാണ്. മൂപ്പര് ഒരു ഉമ്മീദ് पर दुनिया कायम है, ये मुहावरा उस पर सादिक आता है. അദ്ദേഹത്തിന് വളരെ ഇണങ്ങുന്നതാണ് അല്ലെ. ഇനി അടുത്തത് മൂപ്പര് രസകരമായ ഇത് ഇബ്നു മറിയം. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ തൽബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബ്നു മറിയം ഹുവാ കരേ കോയി, ഇബ്നു മറിയം ഹുവാ കരേ കോയി. നേരെ ശ്രദ്ധിക്കണേ, കാണാതെ പഠിക്കണേ. ഇബ്നു മറിയം ഹുവാ കരേ കോയി, മേരേ ദുഃഖ് കി ദവാ കരേ കോയി, മേരേ ദുഃഖ് की ദവാ കരേ കോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു മറിയം ഹുവാ കരേ. ഇബ്നു പറഞ്ഞ മകനെ, മറിയം എന്ന് പറഞ്ഞാൽ മറിയമിന്റെ. നോക്ക്, ഇതിന്റെ എന്തെങ്കിലും ഉദാഹരണമാണ്? തൽമീഹിന് ഉദാഹരണമാണ് അല്ലെ. തൽമീഹിന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇബ്നു മറിയം ആരാണ്? ഈസാ അലൈഹിസ്സലാമാണ്. ഈസാ അലൈഹിസ്സലാമാണത് മസീഹ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മസീഹായിട്ട് വന്നിരിക്കുന്ന ആരാണ്? ഇബ്നു മറിയമാണ് അല്ലെ. പറഞ്ഞാല്
ഇബ്നു മറിയം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമാണ്. ഈസ്ലാം അലൈഹി ഇസ്ലാമിന് ഒരു മോചിതത്തുണ്ട്. എന്ത്? ഏത് പകർച്ചവ്യാധിയും മാറാത്ത വ്യാധിയും മൂപ്പർ എന്താവുന്നതാണ്? സുഖപ്പെടുത്തുന്നതാണ് അല്ലെ. അപ്പൊ മൂപ്പര് പറയാണ് ഇബ്നു മറിയം ഹുവാക്കരെ കോയി. അപ്പൊ ഏത് രോഗത്തിനും മരുന്ന് ആൾ കണ്ടുപിടിക്കും? ഇബ്നു മറിയം, അതായത് ഈസാ നബി അലൈഹി ഇസ്ലാം കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ മൂപ്പര് പറയാണ് ഇബ്നു മറിയം ഹുവാക്കരെ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ പോയി ആരെങ്കിലും എന്തായിക്കോട്ടെ, ഇബ്നു മറിയം തന്നെ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഇബ്നു മറിയം തന്നെ ആയിക്കോട്ടെ, മേരെ ദുഃഖക്ക് ദവാ കരെ പോയി, എന്റെ ദുഃഖത്തിന് ഒരു പരിഹാരം കണ്ടെത്തിക്കാണ് ആരെങ്കിലും. മൂപ്പര് പറയാണ് എന്റെ ദുഃഖത്തിന് ആരും എന്താവില്ല. ഇബ്നു മറിയം വന്നാലും ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വന്നാലും എന്റെ ദുഃഖമാകുന്ന ഈ രോഗത്തിന്, എന്റെ മനസ്സിനെ ബാധിച്ച ഈ രോഗത്തിന് ഒരിക്കലും ഇല്ല, ഒരു പരിഹാരമില്ല എന്നാണ് മൂപ്പര് പറയണത്. ആര് വന്നാലും ഇബ്നു മറിയം തന്നെ ആയിക്കോട്ടെ, ഉവാക്കരെ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ പോയി ആരെങ്കിലും ഇബ്നു മറിയം എന്നുള്ള മറിയനെ പോലുള്ള സവിശേഷതകൾ കഴിവിട്ട ഒരു ഡോക്ടർ എന്ത് ചെയ്തു വന്നോട്ടെ, എന്നിട്ട് എന്റെ രോഗം ചികിത്സിക്കട്ടെ, എന്റെ ദുഃഖമാകുന്ന ദുഃഖത്തിന്റെ രോഗത്തിന് ഒരു പരിഹാരം കാണട്ടെ എന്നാ കാണാം നോക്കട്ടെ. അപ്പൊ കാണൂല എന്ന് പറയണത്. അപ്പൊ മൂപ്പർക്ക് അത്രക്കും എന്താണ് അവൻക്ക് ജിന്ദഗി എന്താണ് ദർദ് ബരി ഹുയി ഹേ, വേദന കൊണ്ട് നിറഞ്ഞതാണെന്ന് ഈ കവിതയിലുള്ളത്. പക്ഷെ എന്നാലും ഇതിന്റെ സ്റ്റൈലൊക്കെ നമുക്ക് ചിരിയ വരിക അല്ലെ. ഇത് കേട്ടാൽ നമുക്ക് എന്താണ് ചിരിയാണ് വരിക ആദ്യം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ചെറുതായിട്ട് ദുഃഖം തോന്നുകയുള്ളൂ അല്ലെ. അപ്പൊ മൂപ്പർ എന്താണ്, മൂപ്പരുടെ അന്താസി ഫിക്കർ എന്തല്ല, കുനൂത്തി അല്ല എന്ന് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലാക്കാൻ സാധിച്ചു. നോക്കാം. ഉൻക കമാൽ യഹേ, അദ്ദേഹത്തിന്റെ കഴിവ് ഇതിലാണ്. ഇതില് ഇപ്പൊ 143 പേജാണ് ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ജഹാനെ അദബില് നോക്കൂ. ഉൻക കമാൽ യഹേ, അദ്ദേഹത്തിന്റെ കഴിവ് ഇതിലാണ്. ഇതില് അക്കായിക്ക്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങള്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളില്ലേ, ഒരു ഇൻസാനി നഫ്സിയാത്ത് ഇൻസാനി നഫ്സിയാത്ത്, മനുഷ്യന്മാരുടെ നഫ്സിയാത്ത് പറഞ്ഞാല് സൈക്കോളജിയിലെ എന്താണ് മനഃശാസ്ത്രത്തെ, ഗഹരായിസെ സമചിത്തത്തെ ആഴത്തിൽ മൂപ്പര് മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം എന്താണ് ഉൻക കമാലി, അദ്ദേഹത്തിന്റെ കഴിവ് ഇതിലാണ്. ഒരു സുന്ദക്കിക്ക് അക്കായിക്ക്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഒരു ഇൻസാനി നഫ്സിയാത്ത്, മനുഷ്യത്തിന്റെ സൈക്കോളജി എന്ന് പറഞ്ഞാല് മനുഷ്യന്മാരുടെ സൈക്കോളജി പറഞ്ഞ അല്ല, മനഃശാസ്ത്രം അദ്ദേഹം എന്താണ് ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഒരു ബഡി സാദഗീസെ വളരെ എന്താണ് സാദഗി പറഞ്ഞാല് വളരെ ലളിതമായിട്ട് ആം ലോകം കെലിയ ബയാൻ കർദ്ദത്തെ, സാദഗി പറഞ്ഞാണ് ലാളിത്യം അല്ലെ. സാദഗി എന്ന് പറഞ്ഞാല് ലാളിത്യത്തോടുകൂടെ മൂപ്പർ എന്ത് ചെയ്യുമായിരുന്നു, അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിവരിക്കുകയും ചെയ്യുമായിരുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളും, ഈ ജീവിത യാഥാർത്ഥ്യത്തിനാണ് എന്ത് പറയാ, ജിന്ദഗിക്ക് അതായിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? ഫൽസഫ അല്ലെ. എന്താ പറഞ്ഞത്? ഫിലോസഫി എന്ന് പറഞ്ഞാൽ ജീവിത യാഥാർത്ഥ്യമല്ല എന്ന് പറയാ, ഫിലോസഫി എന്ന് പറയാ, തത്വശാസ്ത്രം എന്ന് പറയാ. ആ ജീവിത തത്വശാസ്ത്രത്തെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാഷ കടുകട്ടിയുള്ളതായിരിക്കും അല്ലെ. പിന്നെ അതുപോലെ ഇൻസാനി നഫ്സിയാത്ത്, മനുഷ്യന്മാരുടെ മനഃശാസ്ത്രത്തെയും അദ്ദേഹം ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. വളരെ ലാളിത്യത്തോടുകൂടെ ആം ലോകം കേലിയ സാധാരണ ജനങ്ങൾക്കായിട്ട് ബയാൻ കർദ്ദത്തെ വിവരിക്കുമായിരുന്നു. ഗാലിബ് ജിസ് പുർ ആശോക് ദോർമേ പൈദാ ഹുയി. പുർ ആശോക് പറഞ്ഞാല് എന്താണ്, സംഘർഷഭരിതമായ. പുർ ആശോക് എന്ന് പറഞ്ഞാല് പുർ നിറഞ്ഞ അല്ലെ, നിറഞ്ഞ. ആശോക് എന്ന് പറഞ്ഞാൽ കലഹം, കലഹം അല്ലെങ്കിൽ സംഘർഷം. ഏത് സംഘർഷം നിറഞ്ഞ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ച കാലഘട്ടം. എന്താ പറയുന്നത്? ആലിബ് ആലിബ് ഏത് സംഘർഷം ഭരിതമായ കാലഘട്ടത്തിലാണ് ജനിച്ചത്? ഉസ്മെ അതിൽ ഉനോനെ അദ്ദേഹം മുളയ്യ സൽത്തനത്തിക്ക്, മുളയ്യ സാമ്രാജ്യത്തിന്റെ ബർബാദിക്കോ നാശത്തെ, ഒരു ഉസ്കി ജഗ് അതിന്റെ സ്ഥാനത്ത്, മുഗളിയ സൽത്തനത്തിന്റെ സ്ഥാനത്ത്, അംഗ്രീസ് കൂമുക്കോ ബ്രിട്ടീഷ് ജനതയെ എന്ത് ചെയ്യുന്നു, മുൽക്ക് ഇഖ്തിദാർ പർ രാജ്യത്തിന്റെ അധികാരത്തിൽ ചാത്ത ചാന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടിരുന്നു. എവിടെ നോക്കിയാലും മുഗളന്മാർക്ക് എല്ലാ സ്ഥലത്തും അധികാരം നഷ്ടപ്പെട്ട് വിശാലമാകുന്ന മുഗള സാമ്രാജ്യം, ഇത്രയും വിശാലമാകുന്ന ഈ മുഗള സാമ്രാജ്യം ഇവിടുത്തെ ഒക്കെ പോയി എല്ലാ ഭാഗം നഷ്ടപ്പെട്ട് അവസാനം ദില്ലി എന്നുള്ള സ്ഥലത്ത് ലാൽ കില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ കണ്ണുകൊണ്ട് എന്ത് ചെയ്തു കണ്ടു. ഇത്രയും വിശാലമായ സാമ്രാജ്യം തകരുന്നത് അദ്ദേഹം തന്റെ കണ്ണിൽ കണ്ടു. അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ദൗർഭാഗ്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച്
അക്ബറിന്റെയോ ഷാജഹാന്റെയോ ഔറംഗസീബിന്റെയോ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ സുഖസുന്ദരത്തിൽ അദ്ദേഹം ജീവിക്കാമായിരുന്നു. മനസ്സിലായി? അദ്ദേഹത്തിന് ദൗർഭാഗ്യമായിരുന്നു, ജീവിതം പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അദ്ദേഹം ആ കാലത്ത് അദ്ദേഹം ജനിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ഉടനെ മുഗളിയ സൽത്തനക്ക് ബർബാദിക്കും, മുഗളിയ സാമ്രാജ്യത്തിന്റെ നാശത്തെയും അതുപോലെ തന്നെ ഉസ്കി ജഗ് ആ മുഗളിയ സാമ്രാജ്യത്തിന്റെ സ്ഥാനത്ത് അംഗ്രീസ് കോമുക്ക് ബ്രിട്ടീഷുകാരെ രാജ്യത്തിന്റെ അധികാരത്തിൽ വ്യാപിക്കുന്നതായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു കണ്ട്. എല്ലാ ഭാഗത്ത് നോക്കിയാലും ബ്രിട്ടീഷുകാരൊക്കെ നികുതി പിരിക്കുന്ന ആരാണ്? ബ്രിട്ടീഷുകാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഓക്കെ, ഷോഹി. ഇനി അടുത്തത് മൂപ്പരുടെ കവിതയുടെ ഒരു പ്രത്യേകത ഉണ്ടോ, ആ പ്രത്യേകത ഞാൻ പറയാൻ പോകട്ടോ. ഷോഹി എന്ന് പറഞ്ഞാണ് ഷോഹി കുസൃതി അല്ലെ. ഷോഹി എന്ന് പറഞ്ഞാല് നോട്ടി എന്ന് പറയട്ടോ, നോട്ടിനെസ്. നോട്ടി പറഞ്ഞ കുസൃതി. സറാഫത്ത് പറഞ്ഞാല് ഫലിതം എന്താണ്? ലത്തീഫ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, ഫലിതം. ഗാലിബിക്ക് ഷഖ്സിയത്ത് ഖാസ ഹെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഷോഹിയോ സറാഫത്ത്. എന്താണ് ഷോഹി പറഞ്ഞാല്? പിന്നെ കുസൃതിയും അതുപോലെ തന്നെ ഫലിതവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അമലി ജിന്ദഗിമേ എന്താണ്? അമലി ജിന്ദഗി പറഞ്ഞാണ് അമലി ജിന്ദഗി പറഞ്ഞാല് പ്രായോഗിക ജീവിതത്തില്. അമലി ജിന്ദഗി പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയാം. ലൈഫ് ജിന്ദഗി ഒന്ന് എന്താണ്? നമ്മൾ ഹയാലി ജിന്ദഗി അല്ലെ, ഭാവനാത്മകമായ ജീവിതം, നമ്മൾ അങ്ങനെ ജീവിക്കണം നമ്മുടെ ഭാവന. പക്ഷെ അമലി ജിന്ദഗി ഒക്കെ അതിന്റെ ഉൾട്ട മൂവ്മെന്റ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? അമലി ജിന്ദഗിമേ പ്രായോഗിക ജീവിതത്തിൽ നല്ല എന്താണ്? സന്തോഷമാണ്. ഇപ്പൊ നോക്കിയാലും സന്തോഷമുള്ള, ഇപ്പൊ നോക്കിയാലും മൂപ്പരടുത്ത് കൂട്ടുകാരുണ്ടോ? ആരെങ്കിലും വർത്തമാനം പറയാൻ ആളുണ്ടാവും. കാരണം മൂപ്പർ എന്താണ്? നല്ല സന്തുഷ്ടനായ വ്യക്തിയായിരുന്നു, അല്ലാതെ തന്റെ വിധി കൊടുത്തിട്ട് കരയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ആര്? ഗാലിബ്. അമലി ജിന്ദഗി പ്രായോഗിക ജീവിതത്തിൽ ഖുഷ്ബാഷ്. ചിലവർക്ക് നമുക്കൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു ദുഃഖം വന്നിട്ട് പിന്നെ എന്താവൂല, ആ ദിവസമല്ല പിന്നെ 10 ദിവസത്തിന് നമുക്ക് ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല അല്ലെ. പക്ഷെ മൂപ്പർ അങ്ങനെയല്ല. മൂപ്പര് ദുഃഖത്തിന്റെ ഉള്ളിൽ വന്നിട്ട് മൂപ്പരന്നെ പറഞ്ഞിട്ടുണ്ടത് എന്താണ്? ദുഃഖം അധികരിച്ച ദുഃഖം തന്നെ എന്താണ്? പരിഹാരമാണ്. അമലി പ്രായോഗിക ജീവിതത്തിൽ അദ്ദേഹം ഖുഷ്ബാഷ് എന്താണ്? ഭാഷ പറഞ്ഞാല് ഉള്ള ട്ടോ. ഖുഷ്ബാഷ് പറഞ്ഞാലോ സന്തോഷമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇൻസാനത്തെ ഇസീലിയെ അതുകൊണ്ട് തന്നെ ഹാലി ഉനെ അദ്ദേഹത്തെ ഒരു പേര് വിളിച്ചു. ആലിബ്. മൂപ്പരുടെ ബയോഗ്രഫി ജീവിതകഥ എഴുതിയ ആളാണ് ആര്? ഹാലി. അതിന്റെ പേരെന്താണ്? യാദ്കാറെ ഗാലിബ്. ഗാലിബിന്റെ ഓർമ്മ, മെമ്മറി ഓഫ് ഗാലിബ് എന്നുള്ള മെമ്മോയർ ഓഫ് ഓർമ്മകൾ അല്ലെ, ഗാലിബിന്റെ ഓർമ്മ സ്മരണ എന്നുള്ള ഒരു പുസ്തകം ആര് എഴുതിയിട്ടുണ്ട്? ഹാലി എഴുതിയിട്ടുണ്ട്. ആ ഹാലി എഴുതിയ ആ ബുക്കില് ആദ്യത്തെ 70 പേജിൽ മൂപ്പരുടെ സറാഫത്ത്, മൂപ്പരുടെ ഫലിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10-20 പേജ് മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്? ചെലവഴിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിൽ മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പര് ഇപ്പൊ നോക്കിയാലും മൂപ്പര് എന്ത് വന്നാലും മൂപ്പര് എന്തുണ്ടാവുന്നതാണ്? ഒരു തമാശ പറയും. എന്ത് വിഷമം വന്നാലും മൂപ്പര് എന്താവുന്നതാണ്? അത് തമാശയാക്കിയിട്ട് മൂപ്പര് എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് മൂപ്പര്. അതിൽ പറയുന്നുണ്ട് മൂപ്പര് എന്താണ്? ഹയവാനെ സരീഫാണ്. ഹയവാന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മൃഗാണ്. ഹയവാനെ സരീഫ് പറഞ്ഞാലോ പിന്നെ ഫലിതം, തമാശ മൃഗമാണ്. തമാശ പറയുന്ന മൃഗമാണ് ആര്? പിന്നെ ഗാലിബ്. ആര് പറഞ്ഞിട്ടുണ്ട്? ഹാലി. എവിടെ പറഞ്ഞിട്ടുണ്ട്? യാദ്കാരെ ഗാലിബില് ഉन्होंने जिक्र किया है, ഗാലിബ് की ज़राफ़त के हवाले से उन्होंने कहा है ഹൈവാനെ സരീഫ് ഹേ. ഗാലിബ് കോ ഹൈവാനെ സരീഫ് കഹാ ഹേ. ഹൈവാനെ സരീഫ് എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഉനിക്ക് ഷായരിനെ അദ്ദേഹത്തിന്റെ കവിതയില് തൊൻസ് ഉണ്ട്. തൊൻസ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ തൊൻസ് ഉണ്ട്. അവിടെ കുത്ത് നോവിക്കും, അങ്ങനത്തെ തമാശ, നമ്മൾ കേട്ട മറ്റൊരാൾക്ക് വേദനിക്കുന്ന തമാശകളുണ്ട്. മിസാഹ് എന്ന് പറഞ്ഞാലോ സാധാ തമാശ എല്ലാരും ചിരിപ്പിക്കുന്നതോടൊപ്പം ആരെ വേദനിപ്പിക്കും. ഇതല്ലത്, ഇത് എന്താണ്? നെഗറ്റീവാണ്. പക്ഷെ മൂപ്പരുടെ കവിതയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? തൊൻസും കാണാൻ സാധിക്കും, മിസാഹും കാണാൻ സാധിക്കുന്നു. കുത്തുന്ന തമാശയുണ്ട്, വേദനിപ്പിക്കാത്ത തമാശയും. അതിനിടയ്ക്ക് ആലാ നമൂന, മികച്ച ആലാ നമൂന, ഉയർന്ന നമൂന ഉദാഹരണം. ആലാ നമൂന മിൽത്തെ ഹേ കാണാൻ. ഉദാഹരണത്തിന് എന്താണ്? ഹംകോ മാലൂം ഹേ, ഹംകോ മാലൂം ഹേ, ഹംകോ മാലൂം ഹേ ജന്നത്ത് കി ഹക്കീകത്ത്. ജന്നത്ത് കി ഹക്കീകത്ത്, ജന്നത്തിന്റെ ഹക്കീകത്ത്. ജന്നത്ത് എന്താണെന്ന്? ജന്നത്ത് കി ഹക്കീകത്തിലേക്ക്. നമുക്ക് നല്ലൊരു കവിത അല്ലെ. നമുക്ക് മൂപ്പര് സറാഫത്ത് തമാശ പറയാണ്. മൂപ്പര് എന്താണ്? സ്ഥിരമായിട്ട് മദ്യപാനിയായിരുന്നു അല്ലെ.
मेनुशी करते थे वो अम्मा वक्त वो मेनुशी करते थे वो शराബ് നോഷ്ത അദ്ദേഹം ആരായിരുന്നു ഒരു കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുറ്റം പറയാനില്ല പക്ഷെ മൂപ്പര് പറയാണ് മൂപ്പരോട് ഇങ്ങനെ ഓരോരുത്തർ ഉപദേശിക്കുമ്പോൾ പറയാണ് മൂപ്പര് പറയുന്നത് നമുക്ക് മാലൂം ഞങ്ങൾക്ക് സ്വർഗത്തെ കിട്ടുള്ളൂ നരകത്തിലാണ് കറട്ടോ കുടുംബം പറയുമ്പോൾ മൂപ്പര് പറയുന്നത് കവിതയുടെ രൂപത്തിൽ പറയുന്നത് നമുക്ക് മാലൂം നമുക്ക് അറിയാട്ടോ ജന്നത്തിക്ക് ഹക്കീക്കത്ത് ജന്നത്തിന്റെ യാഥാർത്ഥ്യം എന്താ നമുക്കറിയാം അവിടെ പാലിനാലും തേരിനാലും നല്ല ശുദ്ധമായ വെള്ളവും പൂറികളും പഴങ്ങളും ഒക്കെ കിട്ടും ജന്നത്തിന്റെ യാഥാർത്ഥ്യം എന്താ നല്ല ബോധമുള്ള വ്യക്തിയാണ് ആര് ഞാന് മിർസ ഗാലിബ് മൂപ്പര് പറയാണ് നമുക്ക് മാലൂമി അവിടെ നല്ല നന്നായിട്ട് ഇവിടെ നന്നായിട്ട് ഉസാറായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സ്വർഗത്തിൽ പോകാന്നൊക്കെ നന്നായിട്ട് അറിയാം സ്വർഗം എന്താണെന്നും പാലിനാലും തേരിനാലും അരുവികളുള്ള നല്ല ശുദ്ധവെള്ളമുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ അലങ്കൃതമായ ആ സ്വർഗത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നന്നായിട്ട് അറിയാട്ടോ लेकिन പക്ഷേ दिल के खुश रखने के लिए दिल के खुश रखने के लिए खुश रखना എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് के लिए को ഗാലിബ് ये ख्याल अच्छा है ഗാലിബ് ये ख्याल എന്താണ് ഇതാണ് ഏറ്റവും നല്ലത് अच्छा है ये ख्याल ഈ ചിന്ത അല്ലെ സ്വതന്ത്ര രൂപത്തിൽ എന്താണ് ആസാദ് മിസാജ് സ്വതന്ത്ര രൂപത്തിൽ ചിന്തിക്കുക എന്നുള്ള ആ ചിന്ത അതായത് തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും നല്ലത് എന്താണ് ലേക്കിൻ പക്ഷേ ദിൽക്ക് ഖുശ്രക്കിനേക്കോ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഗാലിബിനെ തന്നെ അഭിസംബോധന പറയാണ് ഈ ഖയാൽ അച്ഛാ ഈ ചിന്തയാണ് ഇപ്പൊ നല്ലത് നമുക്ക് തോന്നിയമാരി ജീവിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്താണ് തോന്നിയമാരി ചിന്തിക്കുക തോന്നിയമാരി നമ്മൾ എന്ത് ചെയ്യുക പ്രകടിപ്പിക്കുക അതാണ് ഏറ്റവും നല്ലത് മൂപ്പര് എന്ത് ചെയ്യും മൂപ്പരുടെ കവിതയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മാലൂം ഹേ ജന്നത്തിക്ക് ഹഖീഖത്ത് लेकिन दिल के खुश रखने के लिए ये ख्याल अच्छा है ഇനി എന്ന് പറയാം രണ്ടുപേരും പൂർത്തിയാക്കുക മുജിസപ്പ് ഇത് ഓഫ് ആവും ഗാലിബിക്ക് അസമത്ത് മേ ഗാലിബിന്റെ എന്താണ് ഗാലിബിക്ക് അസമത്ത് മേ ഗാലിബിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് റഷീദ് അഹമ്മദ് സിദ്ദീഖിനെ കഹാ ഹെ റഷീദ് അഹമ്മദ് സിദ്ദീഖി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് മുജിസെ അഗർ പൂച്ചാ ചായ വളരെ പോയിന്റ് ആണ് ഗാലിബിന്റെ മഹാത്മത്തെ കുറിച്ചിട്ട് പിന്നെ റഷീദ് അഹമ്മദ് സിദ്ദീഖി എന്താണ് പറഞ്ഞത് നോക്കാം മുജിസെ അഗർ പൂച്ചാ ചായ എന്നോട് ചോദിച്ചാൽ കെ ഹിന്ദുസ്ഥാൻ കോ ഇന്ത്യക്ക് മുഗളയ്യ സൽത്തനത്തിനെ മുളയ്യ സാമ്രാജ്യം എന്താണ് ഇന്ത്യക്ക് നൽകിയത് 250 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് മുളയ്യ സൽത്തനത്ത് ഇന്ത്യക്ക് എന്ത് നൽകി എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എന്നാൽ ഞാന് ബേത്തക്കുല്ലുഫ് പറഞ്ഞാല് ഒരു മടിയും കൂടാതെ ഒരു ചിന്തയും കൂടാതെ നിഷ്പ്രയാസം ഈ തീം നാം ലൂങ്ക ഈ 3 പേരെ ഞാൻ എടുക്കുക മുളയ്യ സൽത്തനത്ത് ഇന്ത്യക്ക് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ ഞാൻ ഈ 3 പേരെ എടുക്കുക ഏതൊക്കെയാണ് അറിയോ ഒന്ന് ഗാലിബ് ഇതാരാ പറഞ്ഞത് റഷീദ് അഹമ്മദ് സിദ്ദീഖിയാണ് ഗാലിബ് പിന്നെ രണ്ടാമത് ആരാണ് ഉറുദു നൽകിയത് ആരാണ് മുളയ്യ സൽത്തനത്താണ് മൂന്നാമത് നൽകിയതും ആരാണ് മുളയ്യ സൽത്തനത്താണ് ഇന്ത്യക്ക് മുഗൾ സൽത്തനത്ത് നൽകിയ 3 കാര്യങ്ങൾ ഏതാണ് 3 കാര്യങ്ങളിൽ ഒന്നാണ് ഏത് ഗാലിബ് മുളയ്യ സൽത്തനത്തിൽ ഇല്ലെങ്കിൽ ആരില്ല ആ സംസ്കാരം ഇല്ലെങ്കിൽ ആരില്ല ഗാലിബ് എന്നുള്ള മഹാകവി ഉറുദുവിൽ ജ്വലിച്ചു നിൽക്കുമായിരുന്നില്ല എന്ന് ആര് പറയുന്നു ഗാലിബിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് റഷീദ് അഹമ്മദ് സിദ്ദീഖ് ഒരിക്കല് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് അബ്ദുറഹ്മാൻ ബിജ്നൂരി ആരാണ് അബ്ദുറഹ്മാൻ ബിജ്നൂരി പറയുന്നത് അബ്ദുറഹ്മാൻ ബിജ്നൂരി പറയുന്നത് എന്താണ് അറിയോ ഗാലിബിക്ക് കലാം അഹ്മിയത്ത് എന്താണ് കലാം കി ഗാലിബിന്റെ പ്രാധാന്യം ഉജാഗർ കർത്തെ ഹുയി വ്യക്തമാക്കിക്കൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് അബ്ദുറഹ്മാൻ ബിജ്നൂരി പറയുന്നുണ്ട് എന്താ പറയണത് ഹിന്ദുസ്ഥാൻ की इल्हामी किताबें दो है ഇന്ത്യയിലെ ഇൽഹാമി എന്ന് പറഞ്ഞാൽ ഡിവൈൻ ദൈവിക ഗ്രന്ഥങ്ങൾ 2 എണ്ണമാണ് ഇന്ത്യയിലെ ഗ്രന്ഥങ്ങൾ 2 എണ്ണമാണ് ഒന്ന് ഏതാണെന്ന് അറിയോ വേദ് മുഖദ്ദസ് പിന്നെ വിശുദ്ധമായ വേദഗ്രന്ഥം രണ്ടാമതോ ദീവാനെ ഗാലിബ് ഇന്ത്യയിലെ വേദഗ്രന്ഥമായിട്ട് അതായത് ഡിവൈൻ ബുക്ക് 2 എണ്ണമാണ് ഏതൊക്കെ ഇൽഹാമി കിതാബ് ഏതാണ് 2 എണ്ണമാണ് ഒന്ന് വേദ് മുഖദ്ദസ് ആണ് മറ്റൊന്ന് ദീവാനെ ഗാലിബാണ് ഇത് ആരാ പറഞ്ഞ അബ്ദുറഹ്മാൻ ബിജ്നൂരി പറഞ്ഞത് മൂപ്പരുടെ കിതാബിന്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല വിവരിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് ഗാലിബിനെ കുറിച്ചിട്ടും ഗാലിബിന്റെ കവിത വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് കേൾക്കുക കേട്ട് നോട്ട് തയ്യാറാക്കുക സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക ഫിൽഹാൽ കെ ലിയേ മുജെ